എല്ലാവർക്കും നമസ്കാരം. മൈൻസ്റ്റാറിലേക്ക് സ്വാഗതം. നമ്മൾ സംസാരിക്കുന്നത് രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഓഗസ്റ്റ് 2024 എങ്ങനെയാണ് എന്നുള്ളതാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ഉള്ളത് വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ്. പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഓഗസ്റ്റ് 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. Harmony, nurture, openness, surrender, relaxation, journey. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നാളുകളായിട്ട് മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നുണ്ട്. അടുത്തിടെയായിട്ട് നിങ്ങൾക്ക് മാനസികമായിട്ട് ഒത്തിരി സംഘർഷങ്ങൾ അനുഭവിക്കുന്നുണ്ട് പല കാരണങ്ങൾ കൊണ്ടിട്ടും. എങ്കിൽ അത് അകലുന്ന ഒരു സമയം എന്ന് തന്നെ പറയാവുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയം തൃപ്തി, കുടുംബ അന്തരീക്ഷത്തിൽ, പ്രത്യേകിച്ച് കുടുംബ അന്തരീക്ഷത്തിലുള്ളൊരു സന്തോഷം പേഴ്സണൽ ലൈഫിലും സോഷ്യൽ ലൈഫിലുമാണ് കൂടുതലായിട്ട് ഈ ഒരു മാസം അതിലാണ് കൂടുതൽ ഊന്നി നിൽക്കുന്നതായിട്ട് കാണിക്കുന്നത്. അതായത് കുടുംബത്തിൽ വളരെയധികം സന്തോഷം അനുഭവിക്കുന്ന സമയമാണ്. പൊതുവെ സാധാരണഗതിയിൽ ഒരു മൊണോട്ടോണസ് അല്ലെങ്കിൽ റൂട്ടീനായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള കാര്യങ്ങൾ, രാവിലെ എഴുന്നേൽക്കുക, അല്ലെങ്കിൽ ജോലിയുള്ളവരാണെങ്കിൽ ജോലിക്ക് പോവുക, അല്ലെങ്കിൽ വൈകുന്നേരം തിരിച്ചു വരിക, കുട്ടികൾ സ്കൂളിൽ തിരിച്ചു വരിക, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഇതേപോലെയുള്ള അതേ രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നതിന് കുറച്ച് വ്യത്യസ്തമായിട്ട് പുതിയ പുതിയ അനുഭവങ്ങൾ ഉണ്ടാകും. കുടുംബ അന്തരീക്ഷത്തിൽ ഒരുമിച്ചിരുന്ന് സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്ന സാഹചര്യം കുടുംബമായിട്ട്. ഇപ്പോൾ വിവാഹിതരായിട്ടുള്ളവരാണെങ്കിൽ ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, അല്ലെങ്കിൽ അച്ഛനമ്മ, സഹോദരങ്ങൾ, ഏത് രീതിയിലായാലും നിങ്ങളുടെ കുടുംബത്തിൽ ഒത്തിരി സന്തോഷം നിറഞ്ഞ ഒരു ഹാപ്പി ഫാമിലി സാഹചര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് വളരെയധികം നിങ്ങൾക്ക് ഒത്തിരി നാളുകളായിട്ടും നിങ്ങൾ മിസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു മാസത്തിൽ പിന്നെ നിങ്ങൾ ഒത്തിരി നമ്മൾ പറയും ദൈവത്തിനോട് നന്ദി പറയുന്ന, അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്ന സമയങ്ങളായിരിക്കും. ഒത്തിരി നാളുകളായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാതിരുന്ന ആ ഒരു സന്തോഷം തിരിച്ചു വരുന്ന സാഹചര്യം, പ്രത്യേകിച്ച് കുടുംബത്തിൽ പുതിയൊരു അതിഥി അല്ലെങ്കിൽ പ്രഗ്നൻസി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കുട്ടിയുടെ വരവ് സൂചിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചില ആളുകൾ ഇപ്പോൾ കുട്ടികളായിട്ടുള്ളവർ കുട്ടിയുടെയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ആദ്യത്തെ എന്തെങ്കിലും ചടങ്ങ്, ചോറൂണോ അല്ലെങ്കിൽ 28 അങ്ങനെ ബാപ്റ്റിസം, മാമോദിസം, അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒത്തിരി ആളുകൾ കുടുംബത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളൊക്കെ ആയിട്ട് ചേർന്ന് ഇരിക്കുന്ന ഒരു സാഹചര്യം ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. വളരെയധികം പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് വരുന്നതായിട്ടുള്ള സാഹചര്യമാണ്. മറ്റുള്ളവരായിട്ട് ചേർന്നിട്ട് ജീവിതം സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്ന സമയമാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നല്ല സമയമാണ്. മാതാപിതാക്കളുടെ കൂടുതൽ സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലഭിക്കുന്നു, അവരായിട്ട് കൂടുതൽ സമയം പങ്കിടാൻ പറ്റുന്നു എന്നതിൻ്റെയൊക്കെ ഒരു തൃപ്തി, ഒരു മനതൃപ്തിയുള്ള ഒരു സമയമാണ്. കൂടുതലും ചില ആളുകളെ സംബന്ധിച്ച് കുട്ടികൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്ന ഒരു സമയം എന്ന് പറയുമ്പോൾ പൊതുവെ നിങ്ങൾക്ക് ജോലിയൊക്കെ ഉള്ളവരാണെങ്കിൽ ജോലിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കുട്ടികളുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റായിരിക്കും, അല്ലെങ്കിൽ കുട്ടികളായിട്ട് സമയം ചെലവഴിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിന്ന് ഇപ്പോൾ ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സംതൃപ്തി നിങ്ങൾക്ക്, കുട്ടികളുമായിട്ട് സമയം ചെലവഴിക്കാൻ പറ്റുന്ന ഒരു തൃപ്തി. ചില ആളുകൾ ജോലി രാജിവെക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ഉള്ള ജോലിയിൽ നിന്ന് മാറാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും. അപ്പോൾ ജോലി രാജിവെക്കുന്നത് എന്ന് പറയുമ്പോൾ പുതിയൊരു ജോലിയിലേക്ക് കയറുന്നതിന് മുമ്പ് 1-2 മാസം സമയം നിങ്ങൾക്കുണ്ടാകുന്നു. ആ ഒരു സമയം നിങ്ങൾ നല്ല രീതിയിൽ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നു. കുട്ടികളുമായിട്ട് സമയം ചെലവഴിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ കാണുന്നുണ്ട്. ഇപ്പം കുട്ടികളുമായിട്ട് സമയം ചെലവഴിക്കുന്ന തരത്തിലുള്ളൊരു ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ ആ ഒരു ജോലിയിൽ നിങ്ങൾക്ക് ഒത്തിരി തൃപ്തി ലഭിക്കുന്നുണ്ട്, ഒത്തിരി നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ ജോലിയിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾ അറിയപ്പെടുന്ന ഒരു സാഹചര്യം കൂടി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ടീച്ചേഴ്സ്, ചെറിയ കുട്ടികളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇപ്പോൾ ടീച്ചേഴ്സ്, അതേപോലെ ഡേ കെയറിൽ ജോലി ചെയ്യുന്നവർ, കുട്ടികളുമായിട്ട് ചേർന്നിട്ടുള്ള ജോലികൾ ചെയ്യുന്നവർ, പിന്നെ സ്പെഷ്യൽ കെയർ ഉള്ള കുട്ടികൾ, എന്തെങ്കിലും ചെറിയ രീതിയിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടുന്ന രീതിയിലുള്ള കുട്ടികൾ, ഓട്ടിസം അല്ലെങ്കിൽ സംസാരം കുറച്ച് പുറകോട്ടേക്കായിട്ടുള്ളവരോ, ആ ഒരു ബുദ്ധി വളർച്ച കുറച്ചും കൂടി ആ ഒരു പ്രായത്തിനനുസരിച്ചില്ല, അങ്ങനെയുള്ള കുട്ടികളുമായിട്ട് ബന്ധപ്പെടുത്തി അങ്ങനെയുള്ള കുട്ടികളുള്ളവരൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം, അവരുടെ ഭാഗത്തുനിന്ന് അവരുടെ രീതികളിലൊക്കെ മാറ്റങ്ങൾ വരുന്ന, ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകുന്നൊക്കെ ഒത്തിരി സന്തോഷം തരുന്ന കാര്യമായിട്ട് കാണിക്കുന്നു. അങ്ങനെ ഒത്തിരി പ്രത്യേകതകൾ കുടുംബാന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം ഈ ഒരു സമയത്ത് നിങ്ങളെ ഒത്തിരി തൃപ്തിപ്പെടുത്തുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ
പൊതുവിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളൊന്നും തുറന്നു പറയാനൊന്നും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ പ്രത്യേകിച്ച് കുടുംബ അന്തരീക്ഷത്തിൽ നിങ്ങളെല്ലാം തുറന്നു പറയാൻ പറ്റാത്തതൊരു പക്ഷെ നിങ്ങളെ കേൾക്കുന്ന ആൾ ഒരുപക്ഷെ വളരെ സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അവരോട് തുറന്നു പറഞ്ഞാൽ അവർക്ക് അതിനേക്കാൾ സങ്കടമായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റുന്നില്ല. നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ ഉള്ളിൽ മൂടി വെക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ നിന്നൊരു മാറ്റം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ഇങ്ങോട്ടേക്ക് ചിലപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കുക, അങ്ങനെയുള്ള സംസാരങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഫീലിങ്സ് സംസാരിക്കാൻ, കമ്മ്യൂണിക്കേഷൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒത്തിരി തൃപ്തി തരുന്നതാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നു. പോസിറ്റീവായിട്ട് നിങ്ങളെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ, പോസിറ്റിവിറ്റിയിൽ മുന്നോട്ടേക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുകയും ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ജീവിതത്തിൽ ഒരു പുരോഗതി കൈവരിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലാണ് കൂടുതലും, എന്നാലും പ്രൊഫഷണൽ ലൈഫിലും മാറ്റങ്ങൾ വരുന്നവരുണ്ട്. ജോലി സംബന്ധമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ പോകുന്നതാണ്. വലിയ രീതിയിൽ മാറ്റങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എങ്കിലും നിങ്ങൾക്ക് സന്തോഷം തന്നെയായിരിക്കും. കാരണം മറ്റുള്ള മേഖലകളിലൊക്കെ നിങ്ങൾക്ക് തൃപ്തിയുള്ളത് കൊണ്ട് തന്നെ ജോലിയിൽ പിന്നെ വലിയ സ്ട്രെസ്സും പ്രശ്നങ്ങളും ഒന്നുമില്ല. ജോലിയിൽ മാറ്റം കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ കൂടിയും ജോലിയിൽ വലിയ സ്ട്രെസ്സൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ബോസ് ഭയങ്കര പ്രഷർ തരുന്നതാണെങ്കിൽ ഈ ഒരു മാസം ചിലപ്പോൾ നിങ്ങളുടെ ബോസ് അവിടെ ഉണ്ടാവില്ല, ആ വ്യക്തി എവിടെയെങ്കിലും യാത്ര പോകുന്നോ മറ്റായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെയും ഒക്കെ അർത്ഥത്തിൽ ഒരു തൃപ്തി ആയിരിക്കാം നിങ്ങൾക്ക് ലഭിക്കുന്നത്. ജോലി സംബന്ധമായിട്ട് വലിയ പ്രഷർ കാണിക്കുന്നില്ല. അപ്പോൾ ആ ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ നെക്സ്റ്റ് വന്നിട്ട് സറണ്ടർ ആണ് വന്നിരിക്കുന്നത്. പല കാര്യങ്ങളും നിങ്ങൾ അനാവശ്യ ചിന്തകൾ തലയിൽ ഏറ്റിയെടുത്ത് വച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇറക്കി വെക്കാൻ പറ്റുന്ന സമയമാണ്. ഇപ്പോൾ പല ഉത്തരവാദിത്തങ്ങളും നിങ്ങളുടെ അമിതമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ തലയിലേറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്തങ്ങളൊക്കെ താഴെ ഇറക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഇതെന്നുള്ളത് സൂചിപ്പിക്കുന്നത്. ഭയങ്കരമായിട്ടുള്ളൊരു മനസ്സിന്റെ ഉള്ളിലുള്ള നമ്മൾ മനസ്സിലൊരു കല്ലൊക്കെ കയറ്റി വെച്ചിട്ട് കല്ല് ഇറക്കി വെക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഒരു ദീർഘനിശ്വാസം, അങ്ങനെ ആ ഒരു ഉത്തരവാദിത്തം തീർന്നു അല്ലെങ്കിൽ അത് കഴിഞ്ഞു എന്നതിന്റെ ഒരു തൃപ്തി ലഭിക്കുന്ന തരത്തിലുള്ള ഒരു ആശ്വാസം, ആ തരത്തിലുള്ള ഒരു ആശ്വാസമാണ് നിങ്ങൾക്ക് ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നത്. അപ്പൊ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അറിയാം ഏതൊരു കാര്യത്തിലാണ് അതുള്ളതെന്ന്. അപ്പോൾ അത് ഓരോരുത്തരുടെയും കാര്യത്തിൽ വ്യത്യാസമായിരിക്കും. അങ്ങനെ ഒരു മാറ്റം ആ ഒരു മാറ്റം കാണിക്കുന്നു എന്നുള്ളത് ഒരു തൃപ്തി, മനതൃപ്തിയോടുകൂടി നമ്മൾ പറയുമല്ലോ നാളുകൾക്ക് ശേഷം ഒന്ന് സ്വസ്ഥമായിട്ട് കടന്നുറങ്ങി എന്നുള്ളത്, അതുപോലത്തെ ഒരു സാഹചര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു എനർജി, ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിൽ നിങ്ങൾ എന്തൊക്കെയാണോ ആഗ്രഹിച്ചത് ചെയ്യാൻ, ആ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടത്തിയെടുക്കാൻ പറ്റുന്നു എന്നതിൻ്റെ ഒരു തൃപ്തി കൂടിയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരു പോസിറ്റിവിറ്റി നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്നു എന്നുള്ളത്, ലൈഫിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം, ആ ഒരു മാറ്റം ജീവിതത്തെ പല രീതിയിൽ നിങ്ങളുടെ ലൈഫിലുണ്ടാകുന്ന ഒരു മാറ്റം നിങ്ങളെ പല രീതിയിൽ സന്തോഷിപ്പിക്കാനുള്ള ഒരു മാറ്റമാണ് കാണിക്കുന്നത്. അതേപോലെ റിലാക്സേഷൻ ആണ്. ഫാമിലിയിൽ പ്രായമായിട്ടുള്ള ആളുകൾ റിട്ടയർ ആവുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ റിട്ടയർമെന്റിൽ ഫേസിൽ നിൽക്കുന്ന ആളുകൾ റിട്ടയർ ആവുന്ന ഒരു സിറ്റുവേഷൻ. ചില ആളുകൾ വോളണ്ടറി റിട്ടയർമെന്റ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി ഒത്തിരി നാളുകളായിട്ട് പണിയെടുക്കുന്നു, ആരോഗ്യ പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. പക്ഷെ ഇനി ജീവിതം ഒന്ന് ആസ്വദിക്കുക എന്നുള്ള രീതിയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മക്കൾക്കൊക്കെ ജോലി കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ എല്ലാവരും ഒന്ന് സെറ്റിലായി ഇനിയിപ്പോൾ ജോലി തുടരേണ്ട ആവശ്യമില്ല, സാമ്പത്തികമായിട്ട് വലിയ പ്രതിസന്ധികളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ വോളണ്ടറി ആയിട്ട് റിട്ടയർമെന്റ് എടുക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് പ്രായമായിട്ടുള്ളവർക്ക്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പഠനഭാരമൊന്നും കാണിക്കാത്തത് കൊണ്ട് തന്നെ അവിടെയും ഒരു സ്വസ്ഥതയും സമാധാനവും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊച്ചു കൊച്ചു ഹോബിയൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. വിദേശത്തേക്ക് പോകാനുള്ള ഒരു അവസരം ചില ആളുകൾക്ക് സൂചിപ്പിക്കുന്നുണ്ട്. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കൾ വഴി മറ്റും വിദേശത്തേക്ക് പോകാനുള്ള ഒരു അവസരം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. ആ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. വളരെയധികം പോസിറ്റീവായിട്ട് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതിന്റെ ഒരു സാധ്യത ഇവിടെ തെളിഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എന്താണ് ജീവിതത്തിൽ ആഗ്രഹിച്ചിരുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം എന്തെങ്കിലും എൻജിഒയുടെ ഭാഗമായിട്ടോ റെഡ് ക്രോസിന്റെയോ മറ്റെന്തെങ്കിലേക്ക് ഭാഗമായിട്ടോ മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതോ മനുഷ്യർക്ക് വേണ്ടിയിട്ടോ ഏതായാലും ഒരു സന്നദ്ധ സംഘടനയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു അവസരവും ഇവിടെ നിങ്ങൾക്കായിട്ട് ഈ ഒരു മാസം തെളിഞ്ഞു വരുന്നുണ്ട്.
പൊതുവിൽ മനതൃപ്തിയുള്ളൊരു മാസമായിരിക്കുമെന്ന് അർത്ഥം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. നമസ്കാരം.